നമസ്തേ ടു ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഇഡ്ഡലി മസാല ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. കുട്ടികളോ മുതിർന്നവരോ ആരെങ്കിലും ഇഡ്ഡലി കഴിക്കാത്തവരുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് തന്നെ വിചാരിക്കുന്നു. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല ഇഡ്ഡലി ഫ്രൈ തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാൻ എടുക്കാം. പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് കടുക് ചേർക്കാം. കടുക് ഏകദേശം നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു മീഡിയം സൈസ് സവോള ഞാൻ ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ മീഡിയം സൈസ് നമ്മുടെ മുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അധികം ഒന്ന് കുക്കാവേണ്ട, ലൈറ്റായിട്ട് ഒരു പിങ്കിഷ് കളർ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവോള നന്നായിട്ടൊരു പിങ്കിഷ് കളർ ആയതിനു ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് ആ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്തേക്കുന്നത്. എരിവ് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ആഡ് ചെയ്തോളൂ. ഇനി ഒരു 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലകളുടെ പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് 2 മീഡിയം സൈസ് നമ്മുടെ തക്കാളിക്ക് തീരെ നൈസായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്കിതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലകളോട് നന്നായിട്ട് തക്കാളിക്ക് ചേർന്നതിന് ശേഷം ആവശ്യമനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ തക്കാളിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം നമുക്ക് ഒരുമിച്ചൊന്ന് കൂട്ടി വെക്കാം. ഇതുപോലെ ഒരുമിച്ചൊന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം, ഒരു 1/4 കപ്പോളം നമുക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു തക്കാളിക്ക് നന്നായിട്ട് വെന്ത് ഉടങ്ങി കിട്ടും. ഇനി നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് കുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ആ സമയം കൊണ്ട് ഇവിടെ ഞാൻ കുറച്ച് ഇഡ്ഡലി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഒരു ചെറിയ പീസസ് ആക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കുഞ്ഞു പീസസോ നിങ്ങൾക്ക് ഏതൊരു വലുപ്പത്തിലാണ് താല്പര്യം ആ ഒരു വലുപ്പത്തിൽ നന്നായിട്ടൊന്ന് കുഞ്ഞു പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നോക്കിക്കോളൂ, ഞാൻ ഇതുപോലെ കുഞ്ഞു പീസസ് ആക്കി കട്ട് ചെയ്ത് ഇവിടെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്രേവി ഒന്ന് ചെക്ക് ചെയ്യാം. ലിഡ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഓയിലെല്ലാം റിലീസായി നമ്മുടെ തക്കാളിക്ക് എല്ലാം നന്നായിട്ടൊന്ന് വെന്തുടങ്ങി കിട്ടിയിട്ടുണ്ട്. സ്പാച്ചുല വെച്ച് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് ഒന്ന് കൊടുത്തോളൂ. അതിനുശേഷം നമുക്കിതിലോട്ട് നിങ്ങളുടെ കയ്യിൽ നാരങ്ങ നീരുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്തോളൂ. ഇല്ലെങ്കിൽ ഇതിലോട്ട് നോക്കിക്കോളൂ, ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ചാട്ട് മസാലയും 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഡ്ഡലി നമുക്ക് ആ ഒരു പീസസ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാലകളെല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സായി മസാലകളോട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഇഡ്ഡലി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് നമ്മുടെ മല്ലിയിലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മല്ലിയില ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ഇഡ്ഡലി മസാല ഫ്രൈ ഇവിടെ റെഡിയാണ്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. പ്ലേറ്റിലോട്ട് എല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പ്ലേറ്റിലോട്ട് ഒന്ന് സെർവ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് മല്ലിയില ഒന്ന് തൂക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ഇഡ്ഡലി മസാല ഫ്രൈ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ട് കാണും. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും കഴിക്കാൻ തോന്നും. കറി ഒന്നും ഉണ്ടാക്കാൻ തയ്യാറാക്കാൻ നമുക്ക് മടിയുള്ള സമയത്ത് വീട്ടിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. സോ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഇതുപോലെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി happy and keep smiling. Thank you for watching and bye bye.